വെൽക്കം ബാക്ക് ടു കരിയർ വെയിൻ അപ്ഡേറ്റ്സ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 2025-26 അക്കാഡമിക് ഇയറിലോട്ടുള്ള ഡിഗ്രി, PG, BEd ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകളുടെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകളാണ് ഈ വീഡിയോ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. നിലവിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ്, വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെ ഏറ്റവും അവസാന അഡ്മിഷൻ ഘട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അഡ്മിഷൻ നേടാൻ അവസാനത്തെ അവസരമാണ്. അപ്പോൾ നമുക്ക് ഓരോ കോഴ്സുകളുടെയും വിശദമായ അപ്ഡേറ്റ്സ് നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമതായിട്ട് ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ്സ് നോക്കാം. നേരത്തെ തന്നെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിച്ചിരുന്നു. അതിനുശേഷം ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലും ഹയർ ഓപ്ഷൻസും കാത്തിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അതേപോലെ തന്നെ ഫസ്റ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലും എഡിറ്റ് ചെയ്തിട്ടും അഡ്മിഷൻ കിട്ടാത്ത ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് കാത്തിരിക്കുന്ന സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്ന് നാളെ, അതായത് 4-ാം തീയതി, ഓഗസ്റ്റ് 4-ാം തീയതി വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പരിശോധിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്ന് സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഉടനെ അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ വിദ്യാർത്ഥികൾ അറിയിക്കുന്നതായിരിക്കും. അതേപോലെ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നാളെ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക്, അതായത് അലോട്ട്മെൻറ്റ് ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികളും, അതേപോലെ ഹയർ ഓപ്ഷൻസ് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ, ഹയർ ഓപ്ഷൻസ് നിങ്ങൾ പുതുതായിട്ട് മറ്റൊരു കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ കോളേജിൽ പോയിട്ട് പെർമനൻ്റ് ആയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഓഗസ്റ്റ് 8-ാം തീയതി വരെയാണ്. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ ഈ സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ശേഷം വീണ്ടും വേക്കൻസികൾ വരികയാണെങ്കിൽ എല്ലാ എയ്ഡഡ് പ്രോഗ്രാംസിനും വേണ്ടി യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്ന് റാങ്ക് ലിസ്റ്റാണ് പിന്നെ പ്രസിദ്ധീകരിക്കുക. അത് ഓഗസ്റ്റ് 11-ാം തീയതിയാണ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ എന്തായാലും സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നാളെ വിദ്യാർത്ഥികൾ കൃത്യമായ രീതിയിൽ വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ക്ലോസ് ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് 25/8/2025 അതിനുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വേണമെങ്കിലും, അതായത് നിങ്ങൾ ഏതെങ്കിലും മാനേജ്മെൻറ്റ് സീറ്റ് ഉൾപ്പെടെയുള്ള ഏതെങ്കിലും സീറ്റൊക്കെ വിദ്യാർത്ഥികൾക്കുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് ലേറ്റ് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടുവാനുള്ള അവസരം യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്ന് 25/8/2025 വരെ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമതായിട്ട് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന PG അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നോക്കാം. വിദ്യാർത്ഥികൾ PG അഡ്മിഷന് കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ PG അഫിലിയേറ്റഡ് കോളേജിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്ന് ഏറ്റവും അവസാനമായിട്ട് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള, അതായത് ഏതൊക്കെ കോളേജിലാണ് സീറ്റുകൾ വേക്കൻസി ഉള്ളത് എന്നുള്ളത് ഏറ്റവും അവസാനമായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വേക്കൻസി യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അതോ PG അഡ്മിഷൻ ലിങ്ക് വഴി വിദ്യാർത്ഥി ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ PG കേപ്പ് സീറ്റ് വേക്കൻസി 2025 ക്ലിക്ക് ചെയ്യാറുള്ള ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ ഏതാണോ കോളേജ് ജസ്റ്റ് അവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതത് കോളേജിലെ വേക്കൻസി ലിസ്റ്റ് ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു കോളേജിൽ SC വിഭാഗത്തിൽ MA ഇംഗ്ലീഷ് 2, ST വിഭാഗത്തിൽ 1, കമ്മ്യൂണിറ്റി 5, അത്തരത്തിൽ ഓരോ കോളേജിൽ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഇപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോകുവാൻ സാധിക്കുന്ന കോളേജുകളിൽ നിങ്ങൾ കൃത്യമായിട്ട് എത്ര വേക്കൻസികളുണ്ടെന്ന് നോക്കാം. അതിനുശേഷം ആ വേക്കൻസിക്ക് അനുസരിച്ച് ഇനി വിദ്യാർത്ഥി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, നിങ്ങൾ ഏത് കോളേജിലാണ് നിങ്ങൾ വേക്കൻസി ഉള്ളത്, ഏത് കോളേജിലാണ് നിങ്ങൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, ആ കോളേജിൽ വേക്കൻസി ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത്തരത്തിലെ വിദ്യാർത്ഥികൾ 8/8/2025 ശ്രദ്ധിക്കേണ്ട കാര്യം, ഓഗസ്റ്റ് 8-ാം തീയതിക്കുള്ളിൽ അതത് കോളേജിൽ അല്ലെങ്കിൽ സെൻറ്ററിൽ നിങ്ങൾ നേരിട്ട് പോയിട്ട്, അതായത് വിദ്യാർത്ഥി തന്നെ പോകണമെന്ന് ആവശ്യമില്ല, നിങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നിങ്ങളുടെ പാരൻറ്റോ അല്ലെങ്കിൽ ആരായാലും ഒരു വിദ്യാർത്ഥി പ്രതിനിധീകരിച്ച് നിങ്ങൾ അതത് കോളേജിൽ പോയിട്ട് നേരിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. അത്തരത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓൺലൈനായിട്ടുള്ള റിപ്പോർട്ട് ചെയ്യേണ്ടത് വേക്കൻസിയുള്ള കോളേജിൽ പോയിട്ട് നിങ്ങൾ നേരിട്ട് പോയിട്ട് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കോളേജ് കൃത്യമായിട്ട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ആ റാങ്ക് ലിസ്റ്റ് 11/8/2025 അതത് കോളേജുകളിലെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഉദാഹരണത്തിന് ഒരു കോളേജിൽ 4 സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ ആ 4 സീറ്റ് വേക്കൻസിയിലേക്ക് 10 കുട്ടികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 10 കുട്ടികൾ ഏറ്റവും മാർക്ക് ഇവിടെ ആർക്കാണുള്ളത്, അതായത് ഓൾറെഡി മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അഡ്മിഷൻ കിട്ടാനുള്ള ഏറ്റവും അവസാനത്തെ ഓപ്ഷനാണ് ഈ ഒരു കാര്യങ്ങൾ. അതുകൊണ്ട് വിദ്യാർത്ഥി വളരെ ശ്രദ്ധ കൊടുക്കുക. കാരണം നിങ്ങൾ അറിവില്ലാത്തതിൻ്റെ പേരിൽ ഒരു പക്ഷേ നിങ്ങൾ അഡ്മിഷൻ ചാൻസ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഈ ഒരു അവസരം വിദ്യാർത്ഥി കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുക. പിന്നെ അതോടൊപ്പം തന്നെ ഇനി അതിനുശേഷം വീണ്ടും 11/8/2025 വീണ്ടും വേക്കൻസി വരികയാണെങ്കിൽ ഇനിയുള്ളതും അതിനുശേഷമുള്ള ആ റിപ്പോർട്ട് ചെയ്ത വിദ്യാർത്ഥി ആയിരിക്കും പിന്നീട് അത് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി ഈ പറയുന്ന 11/8/2025 പ്രസിദ്ധീകരിക്കുന്ന റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും വിദ്യാർത്ഥികളുടെ മുഴുവൻ വേക്കൻസിയും ഇനി നികത്തുക. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഇതുവരെ അപേക്ഷിക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് പുതുതായിട്ട്, അതായത് ലേറ്റ് ഫീയോടുകൂടി വിദ്യാർത്ഥികൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തുവാനും അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള അവസരമുണ്ട്. അവരും റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് വിദ്യാർത്ഥി ജസ്റ്റ് ലേറ്റ് അഡ്മിഷൻ ഫീയോടുകൂടി ഉടൻ തന്നെ നിങ്ങൾ
രജിസ്ട്രേഷൻ നടത്തുക. രജിസ്ട്രേഷൻ നടത്തിയതിന് ശേഷം നിങ്ങൾ കൃത്യമായിട്ട് ഈ രീതിയിൽ കോളേജുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ രീതിയിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ വിദ്യാർത്ഥികൾ പുതുതായിട്ട് അപേക്ഷ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിങ്ങൾക്ക് PG ക്യാപ്പ് ലേറ്റ് രജിസ്ട്രേഷൻ ലിങ്ക് ഓൾറെഡി അവൈലബിൾ ആണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് അത് നിലവിൽ ഡിഗ്രിയുടെ റിസൾട്ട് വരാത്തതിൻ്റെ പേരിൽ അപേക്ഷ കൊടുക്കാത്ത വിദ്യാർത്ഥികൾക്കും ഈ പറയുന്ന വേക്കൻസിയിൽ നിങ്ങൾക്ക് പുതുതായിട്ട് രജിസ്ട്രേഷൻ നടത്തിയിട്ട് നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ PG അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനമായിട്ടുള്ള ഒരു അവസരം വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഏറ്റവും അവസാനമായിട്ട് വിദ്യാർത്ഥികളുടെ B.Ed അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് നോക്കാം. B.Ed അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ B.Ed എല്ലാ അലോട്ട്മെൻറ്റും കഴിയുകയും അതിനുശേഷം വേക്കൻസി വന്ന കോളേജിലോട്ട് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും. ആ വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാർത്ഥി ഓൾമോസ്റ്റ് B.Ed അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സീറ്റുകളും ഫില്ലായിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അവസാനമായിട്ട് വിദ്യാർത്ഥി ശ്രദ്ധിക്കുന്ന കാര്യം നാളെയാണ് ലാസ്റ്റ് ഡേറ്റ്. അതായത് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റ് പ്രകാരം വിദ്യാർത്ഥികൾക്ക് കോളേജിൽ അഡ്മിഷൻ എടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 4/8/2025 ഓരോ കോളേജിലും ഉദാഹരണത്തിന് പല കോളേജിലും 1-2 സീറ്റുകൾ മാത്രമാണ് വേക്കൻസി ഉള്ളത്. ആ 1-2 സീറ്റുകൾ വേക്കൻസി ഉള്ളത് ഓൾമോസ്റ്റ് കുട്ടികൾ ഫില്ലായിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതെങ്കിലും ഒരു കോളേജിൽ സീറ്റ് ഫില്ലായിട്ടുണ്ട് വേക്കൻസി ഉണ്ടെങ്കിൽ അത് വിദ്യാർത്ഥികൾ റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനത്തിൽ കോളേജിൽ നേരിട്ട് വിളിച്ച് അഡ്മിഷൻ വിദ്യാർത്ഥികൾ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. ഇനി അതിനുശേഷം ഏതെങ്കിലും വേക്കൻസി വരികയാണെങ്കിൽ വിദ്യാർത്ഥികൾ ഈ റാങ്ക് ലിസ്റ്റ് പ്രകാരം തന്നെ ആയിരിക്കും ആ ഒരു വേക്കൻസി നികത്തുക. അതേപോലെ തന്നെ ഇനി 1-2-3 കോളേജുകളിൽ ജസ്റ്റ് സംവരണ വിഭാഗത്തിലുള്ള കോളേജുകൾ നാളെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. അതിൻ്റെ ജസ്റ്റ് ഇൻഫർമേഷൻ കൂടി ഞാൻ ഷെയർ ചെയ്യാം. അതിന് മുന്നോടിയായിട്ട് ജസ്റ്റ് വിദ്യാർത്ഥി മനസ്സിലാക്കിക്കൊണ്ട് നിലവിൽ കൊമേഴ്സ് വിഭാഗത്തിൻ്റെ അതായത് കൊമേഴ്സ് വിഭാഗം അഡ്മിഷൻ ഓൾറെഡി അപേക്ഷ വിളിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നിലവിൽ ഒരുപാട് വിദ്യാർത്ഥികൾ കൊമേഴ്സ് വിഭാഗം അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അത്തരത്തിൽ വിദ്യാർത്ഥികൾ കൊമേഴ്സ് വിഭാഗത്തിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റും ഫസ്റ്റ് അലോട്ട്മെൻറ്റും യൂണിവേഴ്സിറ്റി ഭാഗത്തു നിന്നുകൂടി തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ കൃത്യമായിട്ട് നമ്മുടെ ചാനലിൽ വിദ്യാർത്ഥികളെ അറിയിക്കുന്നതായിരിക്കും. ഈ കാര്യം ഉറപ്പെടുത്താൻ ഇനി അതേപോലെ തന്നെ B.Ed അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നാളെ നടക്കുന്ന സംവരണ വിഭാഗത്തിൽ ഇൻ്റർവ്യൂ ജസ്റ്റ് നോക്കാം. ഒന്നാമതായിട്ട് കോഴിക്കോട് കല്ലായിലുള്ള കാലിക്കറ്റ് സർവകലാശാല ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്ററിൽ അറബിക് വിഭാഗത്തിൽ ഒരു ETB സംവരണ സീറ്റ് ഒഴിവുണ്ട്. അതായത് ശ്രദ്ധിക്കുന്ന ETB വിഭാഗത്തിലെ സംവരണ സീറ്റ് ഒഴിവുണ്ട്. അർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റും സഹിതം ഓഗസ്റ്റ് 4 നാളെ രാവിലെ 10 മണിക്ക് സെൻറ്ററിൽ ഹാജരാകണം. അതേപോലെ തൃശ്ശൂർ അരണാട്ടുകരയിലുള്ള കാലിക്കറ്റ് സർവകലാശാല ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്ററിൽ മാത്തമാറ്റിക്സ് ഇംഗ്ലീഷ് വിഷയങ്ങൾക്ക് PWD വിഭാഗത്തിൽ ഓരോ വീതമുണ്ട്. ഈ വിദ്യാർത്ഥികൾ ക്യാബ് രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾ നാളെയാണ് ഇൻ്റർവ്യൂ 11 മണിക്കാണ് എല്ലാ സർട്ടിഫിക്കറ്റ് ചെയ്ത വിദ്യാർത്ഥികൾ ഈ പറയുന്ന സെൻറ്ററിൽ ഹാജരാവുക. ഇനി അതേപോലെ സുൽത്താൻ ബത്തേരിയിലുള്ള പൂമലയിലുള്ള കാലിക്കറ്റ് സർവകലാശാല ടീച്ചർ എഡ്യൂക്കേഷൻ സെൻറ്ററിൽ ഫിസിക്കൽ സയൻസ് വിഭാഗത്തിൽ ഒരു EWS സംവരണ സീറ്റ് ഉണ്ട്. വിദ്യാർത്ഥികൾ നാളെ രാവിലെ 10 മണിക്കാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ ജസ്റ്റ് സ്പെഷ്യലായിട്ടുള്ള സംവരണ വിഭാഗത്തിലെ വേക്കൻസി ഉള്ളവർ ഈ രീതിയിൽ നാളെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. ഇനി അതോടൊപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നിലവിൽ എവിടെയും കേരളത്തിൽ യൂണിവേഴ്സിറ്റിയിൽ B.Ed അഡ്മിഷൻ പഠിക്കാൻ സാധിക്കാത്ത വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ അഡ്മിഷൻ കിട്ടാത്ത വിദ്യാർത്ഥികൾ കൃത്യമായ രീതിയിൽ PSC അംഗീകാരമുള്ള B.Ed നിങ്ങൾ കേരളത്തിൽ ചെയ്യുന്ന അതേ രീതിയിൽ PSC അംഗീകാരമുള്ള B.Ed വിദ്യാർത്ഥികൾക്ക് ഇപ്പോഴും ചെയ്യുവാൻ കേരളത്തിന് പുറമെ സാധിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ ലഭിക്കുവാൻ വേണ്ടി വിദ്യാർത്ഥി ജസ്റ്റ് താഴെ കൊടുത്ത പേഴ്സണലായിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ ജസ്റ്റ് B.Ed അഡ്മിഷൻ ഡീറ്റെയിൽസ് എന്ന് അയച്ചു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഇൻഫർമേഷൻ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ B.Ed കേരളത്തിൽ കിട്ടാത്തതിൻ്റെ പേരിൽ നിങ്ങളുടെ ഇയർ നഷ്ടപ്പെടുത്തരുത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ പരമാവധി ഈ രീതിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് സെയിം രീതിയിലുള്ള വാല്യൂ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കുന്നതാണ്. അത്തരത്തിലുള്ള ഓപ്ഷൻസ് ഉപയോഗപ്പെടുത്തുന്നവർ വിദ്യാർത്ഥി കൊടുത്ത ആ ഒരു വാട്സപ്പ് നമ്പറിൽ ഒരിക്കൽ കൂടി മെസ്സേജ് അയക്കാൻ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ B.Ed ഉൾപ്പെടെയുള്ള എല്ലാ ഡിഗ്രി PG ഉൾപ്പെടെയുള്ള മുഴുവൻ അപ്ഡേറ്റ്സുകൾക്കും വിദ്യാഭ്യാസപരമായ എല്ലാ അപ്ഡേറ്റ്സുകൾക്കും നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്ത് വെക്കുവാനും പരമാവധി നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഇത്തരത്തിൽ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി ഓർമ്മപ്പെടുത്തുന്നു. പുതിയൊരു അപ്ഡേറ്റ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും തൽക്കാലം ഇറ്റ്സ് മീ സവാദരിച്ചേരി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.